ഹലോ എവ്രി വൺ. വേൾഡ് ഹിസ്റ്ററി 2 അതായത് BA ഹിസ്റ്ററിക്കാരുടെ 4th സെമസ്റ്ററിലെ കോർ കോഴ്സ് ആയിട്ടുള്ള വേൾഡ് ഹിസ്റ്ററി 2ലെ 3rd മൊഡ്യൂൾ ആയിട്ടുള്ള മെഡീവൽ ചൈന ആൻഡ് ടാൻമിങ് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മെഡീവൽ ചൈനയുടെ പീരീഡ് എന്ന് പറയുന്നത് 6ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഈ ഒരു സമയത്താണ് സൂയി, ടാങ്, സോങ്, യുവാൻ, മിങ് രാജവംശങ്ങളൊക്കെ തന്നെ ചൈനയുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും അതുപോലെ സാങ്കേതികവും ശാസ്ത്രപരമായിട്ടുള്ള എല്ലാ പുരോഗതിയെ സ്വാധീനിക്കുകയും അവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ചൈന കൂടുതൽ സാംസ്കാരികമായിട്ട് പുരോഗമിക്കുകയും അതുപോലെ സാങ്കേതികമായിട്ട് വികസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെയാണ് കാലഘട്ടം എന്ന് മറക്കാതിരിക്കുക, മധ്യകാല ചൈനയുടെ കാലഘട്ടം. അപ്പോൾ ഇതിൽ സൂയി, ടാങ്, സോങ്, യുവാങ്, മിങ് രാജവംശങ്ങൾ ഡൈനാസ്റ്റീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. സൂയി രാജവംശം എന്ന് പറയുന്നത് ചൈനയെ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് ഏകീകരിക്കുകയും സാമ്രാജ്യത്വം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള സമ്പ്രദായത്തിലൂടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂറോക്രാറ്റ്സിനെ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. കവിത, പെയിൻറ്റിങ്സുകൾ, അതുപോലെ മൺപാത്രങ്ങൾ പല കളേഴ്സിലുള്ളത്, പിന്നെ വുഡ് ബ്ലോക്ക്, അച്ചടി യന്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ടാങ് രാജവംശം കുറച്ചുകൂടി ഒരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. സോങ് രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഈ കരകൗശല വസ്തുക്കളും അതുപോലെ ആഭ്യന്തരവും വിദേശവുമായിട്ടുള്ള ട്രേഡിൻ്റെയൊക്കെ തന്നെ ഒരു ഗ്രോത്തിലേക്ക് നയിച്ചത്. പിന്നെ ചൈനീസ് വംശജർ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു അവസാനത്തെ രാജാവായിരുന്നു മിങ് രാജവംശം എന്ന് പറയുന്നത്. ഇനി മെഡീവൽ ചൈനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 6ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നതായിരുന്നു ചൈനയിലെ സൂയി, ടാങ്, സോങ്, യുവാങ്, മിങ് രാജവംശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സാംസ്കാരികവും സങ്കീർണവുമായിട്ടുള്ള രീതിയിൽ എല്ലാ തരത്തിലും ആ ഒരു ചൈനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാലഘട്ടത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സൂയി ഡൈനാസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂയി രാജവംശം എന്ന് പറയുന്നത് ചൈനയിൽ ഒരു ശക്തമായിട്ടുള്ള സർക്കാർ എന്ന് പറയുന്നത് കാര്യം കൊണ്ടുവരികയും സാമ്രാജ്യത്വ സമ്പ്രദായങ്ങളിലൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബ്യൂറോക്രാറ്റ്സുകളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു സൂയി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ടാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കവിത, പെയിൻറ്റിങ്സുകൾ, മൺപാത്രങ്ങൾ, വുഡ് ബ്ലോക്കുകൾ, അച്ചടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടാങ് രാജവംശത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. വടക്ക് പടിഞ്ഞാറൻ ചൈനയിൽ കുറച്ചുകൂടി പീസ് കൊണ്ടുവരികയും സിൻയാജിങ് അല്ലെങ്കിൽ പുതിയ പ്രദേശം എന്ന് വിളിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടിബറ്റിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അവർ വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളുമായിട്ട് വാണിജ്യവും അതുപോലെ നയതന്ത്രവുമായിട്ടുള്ള ബന്ധങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ബ്യൂറോക്രസി, അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിരുന്നു. 2 തലസ്ഥാനങ്ങളിലൂടെയാണ് അവർ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്, ചാൻഗാനും ലുവോയാങ്ങും. അങ്ങനെ ബ്യൂറോക്രാറ്റ്സുകളെ റിക്രൂട്ട് ചെയ്യാനും അതുപോലെ പ്രഭുക്കന്മാരുടെ സ്വാധീനം കുറയ്ക്കാനും ഒക്കെ തന്നെ ഈ ഒരു ടാങ് എന്ന് പറയുന്ന ഒരു സർവീസ് പരീക്ഷ എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദി ടാങ് അഡോപ്റ്റഡ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു റിക്രൂട്ട് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് റെഡ്യൂസ് അരിസ്റ്റോക്രാറ്റിക് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഭുക്കന്മാരുടെ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു സിവിൽ സർവീസ് പരീക്ഷ പോലുള്ളൊരു കാര്യമൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. അടുത്തത് ഈ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു ടാങ് രാജവംശത്തിൻ്റെ ഈ ഒരു സിവിൽ സർവീസ് പരീക്ഷയിൽ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് പറയാലോ PSC UPSC ഒക്കെ എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ്. ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള അവരുടെ എത്തിക്സ് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും അതുപോലെ ഈ സമ്പ്രദായത്തിന് 3 ടൈപ്സ് ഓഫ് പരീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ഓരോ 3 വർഷത്തിലും അവസാനത്തെ ഒരു സാമ്രാജ്യത്വ പരീക്ഷയിൽ അവസാനിക്കുന്നു. ഉയർന്ന ബ്യൂറോക്രാറ്റിക് സ്ഥാനങ്ങളിലേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിലാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ വിജയം ഉണ്ടായിരുന്നിട്ടും ഈ ഒരു സമ്പ്രദായം പ്രാഥമികമായിട്ട് സമ്പന്നരായിട്ടുള്ള ഒരു വരേണ്യ വർഗ്ഗത്തിനാണ് അവിടെ പ്രയോജനം ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇതിനകത്തേക്ക് ആക്സസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇനി ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രമസമാധാനം പരിപാലിച്ചിട്ടിരുന്നു, അതുപോലെ നികുതി പിരിവ് ഇവയിലൊക്കെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു മജിസ്ട്രേറ്റുകളുടെയൊക്കെ തന്നെ മേൽനോട്ടത്തിലുള്ള ജില്ലകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നത്. ടാങ്ങിൻ്റെ പ്രാദേശിക സർക്കാരാണ് ഈ ഒരു ജില്ലകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ ഒരു ലോക്കൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഗ്രാമങ്ങൾ കൂടുതലും മൂപ്പന്മാരുടെ അല്ലെങ്കിൽ കൗൺസിലിൻ്റെയൊക്കെ തന്നെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. സോ
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രിക്ട്സ് ആയിരുന്നു. അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ടാക്സ് കളക്ഷൻ ആയിരുന്നു. വില്ലേജസ് വെർ ലാർജ്ലി സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ കൗൺസിൽ ഓഫ് എൽഡേഴ്സ്, അതായത് മൂപ്പന്മാരുടെ കൗൺസിലോട് കൂടിയിട്ടാണ് അവിടെ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. എക്കോണമി ആൻഡ് ട്രേഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്കിടയിൽ ഭൂമി തുല്യമായിട്ട് വിതരണം ചെയ്യുന്നതിനും അതുപോലെ സർക്കാരിൻ്റെ വരുമാനം റവന്യൂ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ടാങ് രാജവംശം ഈ ഒരു തുല്യ സമ്പ്രദായം എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈക്വൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നെങ്കിലും ഈ ഒരു സമ്പ്രദായം ഏറ്റവും അവസാനമാകുമ്പോഴേക്കും പരാജയപ്പെടുകയാണ്. സിൽക്ക് റോഡുകൾ വീണ്ടും തുടരുന്നു, അതുപോലെ വ്യാപാരം വർദ്ധിക്കുക, ഒരുപാട് കപ്പൽ നിർമ്മാണം, അതുപോലെ സാങ്കേതിക വിദ്യകളൊക്കെ കൊണ്ടുവരിക, അങ്ങനെ ഒരു മുന്നേറ്റം കൊണ്ടുവരിക. അങ്ങനെ സമുദ്രത്തിൽ കുറച്ചുകൂടി ട്രേഡ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയാണ്, സമുദ്രമാർഗം. അങ്ങനെ ചാൻഗാൻ എന്ന് പറയുന്ന ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിട്ട് ഇവിടെ മാറുകയാണ്. കാൻഡ്രൻ തീരത്തേക്ക് വളരെ തിരക്കേറിയിട്ടുള്ളൊരു തുറമുഖ നഗരമായിട്ടും ഇതിനകത്ത് മാറുന്നുണ്ട്. അപ്പോൾ ഒരു ഷിപ്പ് ബിൽഡിംഗ് ടെക്നിക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചാങ്സ് ബിക്കം എ മേജർ ട്രേഡ് ഹബ്ബ്, ഒരു ട്രേഡ് ഹബ്ബായിട്ട് ചാങ് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാൻറ്റൺ എന്ന് പറയുന്നത് ഒരു ബസ്റ്റിംഗ് പോർട്ട് സിറ്റി ആയിട്ട് മാറുന്നു. അതായത് കാൻറ്റൺ എന്ന് പറയുന്നത് തിരക്കേറിയിട്ടുള്ളൊരു തുറമുഖ നഗരമായിട്ട് മാറുന്നു. അപ്പോൾ എക്കോണമി ആൻഡ് ട്രേഡിനെ കുറിച്ചിട്ട് അപ്പോൾ കടലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യാപാരത്തെ കുറിച്ചിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി അവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ടാങ് ചൈന എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ നഗരവൽക്കരണമുണ്ട്, അതുപോലെ സാമൂഹികവും സങ്കീർണവുമായിട്ടുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ, വ്യാപാരികൾ, കരകൗശല വിദഗ്ധന്മാർ, എൻ്റർടൈനേഴ്സ്, അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ആളുകൾ ആ ഒരു നഗരത്തിലുണ്ടായിരുന്നു. പിന്നെ അവരുടെ നഗരത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു കാര്യമൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സായിട്ട് കർഷകർ, അതുപോലെ ഭൂരഹിത തൊഴിലാളികൾ, ഇവരുടെയൊക്കെ തന്നെ ഒരു മിക്സ്ചർ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പുരുഷാധിപത്യപരമായിരുന്നു കേട്ടോ. മൂത്ത പുരുഷൻ കാര്യമായിട്ടുള്ള രീതിയിലൊരു അധികാരം കൈവരിക്കുന്ന രീതിയിലാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ജനറി ക്ലാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാങ് രാജവംശത്തിൻ്റെ കാലത്ത് പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ പ്രഭുക്കളുടെയൊക്കെ തന്നെ ഉയർച്ച എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അവർ സൊസൈറ്റിയിൽ വളരെയധികം ഇൻഫ്ലുവൻസും കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ ഒരു പ്രഭുവർഗത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ളൊരു മറ്റൊരു വർഗമായിട്ട് ഇവർ മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. ഇവർക്ക് ജന്മാവകാശം എന്നതിനേക്കാളും അറിവിലും സമ്പത്തിലും അധിഷ്ഠിതമായിരുന്നു അവരുടെ ഈ ഒരു വർഗം എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ സർക്കാരാവട്ടെ, സമ്പദ് വ്യവസ്ഥയാവട്ടെ, അവിടെ ട്രേഡ് ആവട്ടെ, അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ ആവട്ടെ, ഇതൊക്കെ തന്നെ ടാങ് രാജവംശത്തിൻ്റെതായിട്ടുള്ള മുന്നേറ്റങ്ങൾ ചൈനീസ് ചരിത്രത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂപ്രഭുക്കന്മാരുടെ വർഗം എന്ന് പറയുന്നതുണ്ട്, അവരുടെ അവകാശത്തെക്കാളും അറിവിലും സമ്പത്തിലുമായിരുന്നു അവർ അധിഷ്ഠിതമായിരുന്നത്. സർക്കാരും സമ്പദ് വ്യവസ്ഥയും വ്യാപാരവും സാമൂഹിക ഘടനയും ഒക്കെ തന്നെ മാറുന്നതിൽ ഈ ടാങ് രാജവംശത്തിൻ്റെ ഒരു മുന്നേറ്റത്തെക്കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ചൈനീസ് ലിറ്ററേച്ചറിലേക്ക് കടക്കുമ്പോൾ ഒരു ടാങ് ഡൈനാസ്റ്റിയുടെ കേസാണ് ഇതിൽ പറയുന്നത്. അതായത് ഹാൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്, അതുപോലെ തന്നെ പേപ്പർ, അങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ടാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ചൈനീസ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഓരോ വാചകങ്ങളും മരക്കഷ്ണങ്ങളിലൊക്കെ തന്നെ കൊത്തിയെടുത്ത് അത് പൊതിഞ്ഞ് കടലാസിൽ അമർത്തുന്ന ഒരു രീതി പുസ്തക നിർമ്മാണത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയാം. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ അച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കുത്തി ഓരോന്നിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമല്ലേ, അത് തന്നെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഒരു പഴയ തരത്തിലുള്ള അച്ചടി ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ബുദ്ധമത ഗ്രന്ഥമാണ്. 9ാം നൂറ്റാണ്ടിലായതാണ് ഈ ഒരു ബുദ്ധമത ഗ്രന്ഥം എന്ന് പറയുന്നത്. സോ ഒരുപാട് തരത്തിലുള്ള ചിത്രരചന, ഉപന്യാസങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ജനപ്രിയമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ടാങ് രാജവംശത്തിലെ സന്യാസിയായിട്ടുണ്ടായിരുന്ന ഷുവാൻസാങ് ഇന്ത്യയിൽ നിന്ന് വിലയേറിയ ബുദ്ധഗ്രന്ഥങ്ങളൊക്കെ തന്നെ തിരികെ കൊണ്ടുവരികയും തുർക്കിക് ചൈനീസ് നിഘണ്ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ആ ഒരു ചൈനീസ് ലിറ്ററേച്ചറിനകത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ചൈനീസ് പോയട്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ചൈനീസ് കവിത എന്ന് പറയുന്നത് നല്ല ഹൈ ലെവലിൽ എത്തി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പരീക്ഷകളിലും ഈ ഒരു കവിത റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കില്ലുകളൊക്കെ തന്നെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ലിബായും ഫൂ ഒക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയരായിട്ടുണ്ടായിരുന്ന കവികളായിരുന്നു.
ഒരു വസന്തകാല പ്രഭാതത്തിൽ ഒരു ഹാങ് ഓവറിനൊപ്പം എന്നൊക്കെ തന്നെ ഉണർന്നതിനെക്കുറിച്ചിട്ടുള്ള റെസൊല്യൂഷൻസ്, മൂൺ ലൈറ്റിൽ ഒറ്റയ്ക്ക് മദ്യപിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രശസ്ത കൃതികളിലൂടെയൊക്കെ തന്നെ പ്രകൃതിയെയും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെയും കുറിച്ചിട്ടൊക്കെ തന്നെ ലിബായി എഴുതിയിട്ടുണ്ടായിരുന്നു. സാമൂഹികവും ആയിട്ടുള്ള അനീതികളെക്കുറിച്ചിട്ടും ദരിദ്രരുടെ ദുരവസ്ഥയെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചരിത്രപരവും ധാർമ്മികപരവുമായിട്ടുള്ള ഒക്കെ വിഷയങ്ങളിലൊക്കെ തന്നെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ പ്രകൃതിയുടെ ദൃശ്യങ്ങളാവട്ടെ, വ്യക്തിഗത വികാരങ്ങളാവട്ടെ, സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാൽപ്പനിക വികാരങ്ങളാവട്ടെ, ഇതൊക്കെ തന്നെ കവിതയുടെ ഓരോ പ്രമേയങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മിഡ് ടാങ് കവിത എന്ന് പറയുന്നത് സാമൂഹിക പ്രതിസന്ധികളെയൊക്കെ തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു. ബായ്ജൂയി, ഷുവാൻജൻ തുടങ്ങിയിട്ടുള്ളവരുടെ കവിതകളും സാമൂഹികമായിട്ടുള്ള അന്നത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് ബുദ്ധിപരമായിട്ടുള്ള പല ഭാഷാ ഉപയോഗങ്ങൾ, ഗാനരചനയിലെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചിട്ടും സമ്പന്നമായിട്ടുള്ള ഉള്ളടക്കമൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഉയർച്ചയ്ക്ക് ഈ ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇനി അവിടുത്തെ പെയിൻറ്റിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധമതവും അതുപോലെ ഡാവോയിസ്റ്റ് സ്രോതസ്സുകളിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് ആയിട്ട് ടാങ് രാജവംശം എന്ത് ചെയ്യുകയാണ് ചിത്രകലയിൽ ഒരു ഉയർന്ന കലാപരമായിട്ടുള്ള രീതിയിൽ ഒരു മികവ് നേടുന്നത്. സോ ദുൻഹുവാങ് ഗുഹകളിലെ ബുദ്ധ ചുവർ പെയിൻറ്റിങ്ങുകളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധ ചുവർ പെയിൻറ്റിങ്സ്, ഡാവോയിസം അതുപോലെ ബുദ്ധമതത്തേക്കാൾ ചിത്രകലയെയാണ് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ഊന്നൽ നൽകുകയും മനുഷ്യരും പ്രകൃതിയും ഒക്കെ തന്നെ ചിത്രീകരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെയിൻറ്റിങ്സ് പലപ്പോഴും നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിയലിസ്റ്റിക് രംഗങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പലതരത്തിലും ശൂന്യമായിട്ടുള്ള ഇടങ്ങളെന്ന് പറയുന്നത് മനുഷ്യന് മുഴുവൻ സത്യം അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ ബ്രഷുകൾ, സ്ട്രോക്കുകളും കാലിഗ്രാഫിക് ടെക്നിക്കുകളൊക്കെ തന്നെ ഊന്നൽ നൽകിക്കൊണ്ടാണ് അവിടുത്തെ കലാകാരന്മാർ വെളുത്ത സിൽക്കിൽ കറുത്ത മഷിയിൽ ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. കലാകാരന്മാർ അവരുടെ പ്രാതിനിധ്യത്തെക്കാളും അവർ ആവിഷ്കാരത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവരെപ്പോഴും ഒരു എല്ലാവരുടെയും അറിയപ്പെടണം എന്നതിനേക്കാളും അവർക്ക് എത്രത്തോളം ആവിഷ്കരിക്കാൻ സാധിക്കുന്നു അതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു ശൈലി അവർ വികസിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ സ്വന്തം മനസ്സും വികാരങ്ങളും ഒക്കെ തന്നെ ഇതിലൂടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ റിലീജിയനെ കുറിച്ച് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ടാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് വിദേശ നൃത്തങ്ങൾ, പാട്ടുകൾ, സംഗീത ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള പലതരത്തിലുള്ള സിംബലുകൾ, താരിമ്പീസിൽ നിന്നുള്ള ഈ ഓടക്കുഴലുകൾ, ഡ്രംസ് തുടങ്ങിയിട്ടുള്ള താളവാദ്യങ്ങളൊക്കെ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെയധികം ജനപ്രീതി ആ ഒരു കാലഘട്ടത്തിൽ നേടിയിട്ടുണ്ടായിരുന്നു. ചില തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടി നഗര വളർച്ചയ്ക്കൊപ്പം ഇത്തരത്തിലുള്ള വിനോദത്തിനുള്ള ആവശ്യവും വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ തുടർന്ന് സോങ് രാജവംശത്തിൽ ഹാസ്യ നടന്മാരുണ്ടായിരുന്നു, സംഗീതജ്ഞരുണ്ടായിരുന്നു, ബോക്സർമാരുണ്ടായിരുന്നു, ഫെൻസർമാരുണ്ടായിരുന്നു, ഗുസ്തിക്കാരുണ്ടായിരുന്നു, അക്രോബാറ്റുകളുണ്ടായിരുന്നു, പിന്നെ പാവകൾ, മാരിയോണറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ നഗരവാസികളെ രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഭക്ഷണ സ്റ്റാളുകളും വിനോദവും ഒക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. റിലീജിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മധ്യകാല ചൈനയിൽ കൺഫ്യൂഷനിസം എന്ന് പറയുന്നത് പ്രബലമായിട്ടുള്ളൊരു ജീവിത രീതിയായിരുന്നു. അതായത് ബുദ്ധമതവും ഡാവോയിസവും എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട എതിരാളികളായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്ന ബുദ്ധമതം എന്ന് പറയുന്നത് വ്യാപാരികൾക്കും അതുപോലെ ബുദ്ധിജീവികൾക്കിടയിൽ വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ടായിരുന്നു. ഹാൻ കാലഘട്ടത്തിൽ ശേഷമുള്ളായിരുന്ന ഒരു കൺഫ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള സംതൃപ്തിയാണ് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിരവധി വിഭാഗങ്ങളായിട്ട് ഇവർ വിഭജിക്കപ്പെട്ടു. അവരുടെ ആത്മാരാധന, പ്രത്യയശാസ്ത്രം ഒക്കെ തന്നെ ഇതിനകത്തേക്ക് ലയിച്ചു ചേരുന്നുണ്ട്. ചൈനീസ് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ടാങ് ഡൈനാസ്റ്റി ബുദ്ധമതത്തെയാണ് പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള എക്സാമിൻസ് ബുദ്ധഗ്രന്ഥങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സന്യാസി മഠങ്ങളുണ്ടായിരുന്നു, അവർക്ക് സമ്പത്തും നികുതി ഒഴിവാക്കപ്പെട്ട പദവിയൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് അവർക്ക് പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ബുദ്ധമതം എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രചരിപ്പിച്ചത് ഈ ഒരു ടാങ് ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലായിരുന്നു. വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയവും അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ തന്നെ കാണാം. അതുപോലെ ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങളൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴും
സന്യാസിമാർ മതേതര ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യണമെന്ന് ടാങ്ങിൻ്റെ അവസാനത്തെ കാലത്തേക്ക് കാണുകയാണ്. അങ്ങനെ ടോട്ടൽ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന മിഥ്യാ സ്വഭാവത്തെക്കുറിച്ചും ബുദ്ധമതത്തിൻ്റെ പഠിപ്പിക്കലുകളും അതുപോലെ കഠിനാധ്വാനത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ തന്നെ ആശയങ്ങളുമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സോ ബുദ്ധമതവും മാവോയിസം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഘടകങ്ങളെയാണ് അവിടെ ആശ്രയിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഒരു നോൺ കൺഫ്യൂഷനിസം എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ്. ബുദ്ധിസത്തിൻ്റെയും അതുപോലെ ദാവോയിസത്തിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു വിടവ് നികത്താൻ വേണ്ടിയിട്ട് നിയോ കൺഫ്യൂഷനിസം വരികയാണ്. അങ്ങനെ ലോകം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ നിന്നാണ് ആ ഒരു ലോകം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു രാജവംശത്തിൻ്റെ അവസാനം വരെ ഈ ഒരു നിയോ കൺഫ്യൂഷനിസം എന്ന് പറയുന്നത് സിദ്ധാന്തമായിട്ട് മാറാണ്. അടുത്തത് മിങ് ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1368 മുതൽ 1644 വരെയുള്ളൊരു കാലഘട്ടമാണ് മിങ് ഡൈനാസ്റ്റിയുടേതെന്ന് പറയുന്നത്. മെഡീവൽ ചൈനയ്ക്ക് ഒരു കാര്യമായിട്ടുള്ള രീതിയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു രാജവംശമാണ്, ഒരു ഡൈനാസ്റ്റിയാണ് മിങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. മംഗോളിയയിലേക്കും മധ്യേഷ്യയിലും ഒക്കെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം എന്ന് പറയുന്നത് വ്യാപിപ്പിക്കുകയും അവരുടെ ഹ്രസ്വമായിട്ട് വിയറ്റ്നാം കീഴടക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. മിങ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ഒരു മഹാമതിൽ എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തുകയും കൊറിയയുമായിട്ടൊരു പോഷക നദിയിൽ ബന്ധം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് വാളിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ട്രിബ്യൂട്ടറി റിലേഷൻഷിപ്പ് വിത്ത് കൊറിയ എന്നുള്ളൊരു കാര്യം കൂടി മിങ് ഡൈനാസ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അവരുടെ മിങ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്, മിങ് ഡൈനാസ്റ്റിയുടെ മിങ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ബ്യൂറോക്രസി ആയിരുന്നു മിങ് സർക്കാരിൻ്റേത്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ചക്രവർത്തിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സുകൾ, ഉദ്യോഗസ്ഥ വൃന്ദന്മാർ, സെൻസർമാരൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ അവർക്ക് ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ ട്രാവലിംഗ് ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ തന്നെ നിയമിക്കാൻ വേണ്ടിയിട്ടും കഴിയുമായിരുന്നു. സോ കഴിവുള്ള സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ചക്രവർത്തിയുടെ പേപ്പർ വർക്ക്സുകളൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. സർക്കാരിനെ 6 മന്ത്രാലയങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോന്നും പലതരത്തിലുള്ള ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സണലാണ്, അതായത് നമ്മുടെ മാനേജ്ഡ് ഗവൺമെൻറ് എംപ്ലോയീസ് പ്രൊമോഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റങ്ങൾ, അവരുടെ ചുമതലകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു മന്ത്രാലയമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റവന്യൂ ആണ്. ശേഖരിച്ച നികുതികൾ, നിയന്ത്രിത കറൻസിയൊക്കെ തന്നെ അതിനകത്ത് ഉൾപ്പെടും. പിന്നീട് ആചാരങ്ങളാണ്. അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. വാർ എന്ന് പറയുന്നത് യുദ്ധത്തെക്കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്രതിരോധത്തെക്കുറിച്ചിട്ടും അവരുടെ സേനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത് ജുഡീഷ്യൽ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പബ്ലിക് വർക്ക്സ്, പൊതുമരാമത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണം, അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളുടെ ഉത്തരവാദിത്തം ഒക്കെ തന്നെയാണ്. അപ്പോൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സുകൾ വളരെയധികം ആശ്രയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു സെക്രട്ടേറിയറ്റ് ചക്രവർത്തിയെ ഭരണത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ പോഴ്സലിൻ എന്ന് പറയുന്നത്, അതായത് അറബ്, പേർഷ്യൻ, ടിബറ്റൻ ശൈലികളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു പാറ്റേൺ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മിങ് രാജവംശം എന്ന് പറയുന്നത് മികച്ചതും ബഹുവർണ്ണമുള്ളതുമായിട്ടുള്ള ഒരു പോഴ്സലെയിൻ എന്ന് പറയുന്ന രീതിയിൽ പ്രശസ്തമാണ്. ഇതിൽ കലാകാരന്മാർ അറിയപ്പെടുന്നയാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൂല്യം വർദ്ധിക്കുന്നു. പിന്നെ മെറ്റൽ ബാൻഡുകൾക്കിടയിൽ കടുനിറമുള്ള ഇനാമൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ടൊരു പോർസലെയിൻ അലങ്കരിക്കുന്ന ഒരു സാങ്കേതികമാണ് ഒരു ക്ലോണിയോസോണ എന്ന് പറയുന്നത്. അത് റോയൽറ്റികൾക്കിടയിൽ ജനപ്രിയമായിരുന്നു. പൂക്കൾ, പക്ഷികൾ, പ്രകൃതിയുടെ ദൃശ്യങ്ങൾ, പുരാണ രൂപങ്ങൾ, ഇതൊക്കെ തന്നെ സാധാരണ രൂപങ്ങൾ ഉൾപ്പെടുന്നു. ജപ്പാനിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ തന്നെ വളരെ ഹൈ ഡിമാൻഡോട് കൂടിയിട്ടാണ് ഈ ഒരു പോർസലെയിൻ എന്ന് പറയുന്നത് ഒരു പ്രധാന കയറ്റുമതിയായിട്ട് മാറുന്നത്. അതുപോലെ ജിങ്ഡഷൻ പട്ടണത്തിൽ ഒരു നല്ല വെളുത്ത പോർസലെയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രശസ്തമായി. അതുപോലെ മുഹമ്മദൻ ബ്ലൂ അറിയപ്പെടുന്ന നീല പിഗ്മെൻറ്റഡ് പേർഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തു. അപ്പോൾ പോർസലെയിൻ എന്ന് പറയുന്ന സാധനങ്ങൾ പലപ്പോഴും വിദേശ ഭരണാധികാരികൾക്ക് സമ്മാനമായിട്ട് നൽകിയിട്ടുള്ളത് ഒന്നാണ്. അപ്പോൾ ഈ പോർസലെയിൻ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ മെറ്റൽ ബാൻഡുകൾക്കിടയിൽ കടുനിറമുള്ള ഇനാമൽ പേസ്റ്റ് ഉപയോഗിച്ചുണ്ടാവുന്ന ഒരു സാധനമാണ് പോർസലെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ വുഡ് ബ്ലോക്ക് കളർ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിങ് രാജവംശത്തിൻ്റെ കീഴിൽ അച്ചടി സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെയധികം ഹൈ ലെവലിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ മരമൊക്കെ ഇങ്ങനെ ചലിക്കുന്ന തരത്തിലൊരു വുഡ് ബ്ലോക്ക് കൊത്തുപണി അവർക്കുണ്ടായിരുന്നു. പിന്നെ മെറ്റൽ ചലിക്കുന്ന തരത്തിലൊരു മൾട്ടി കളർ പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുതുമകൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു.
പലതരത്തിലുള്ള നോവൽസ്, നാടകങ്ങൾ, ക്ലാസിക്കൽ വർക്ക്സുകൾ ഇതൊക്കെ തന്നെ അവയുടെ സാഹിത്യകൃതികളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അവിടുത്തെ ചിത്രകാരന്മാരാവട്ടെ, കൊത്തുപണിക്കാരാവട്ടെ, ഇതൊക്കെ തന്നെ അവർ തമ്മിലൊരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ചിത്രീകരിക്കപ്പെടുന്ന പുസ്തകത്തിൻ്റെ കല, ശാസ്ത്രം, സാങ്കേതികവിദ്യയിലൊക്കെ തന്നെ അവരുടെ നോളേജ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം അച്ചടി ആവട്ടെ, ബൈൻഡിങ് ആവട്ടെ, മഷിയിലെ നിർമ്മാണം ആവട്ടെ, വുഡ് ബ്ലോക്കിൻ്റെ കൊത്തുപണി ആവട്ടെ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ നിയമിച്ചിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു വലിയ അച്ചടിശാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഹുയി, ഷൗ, നാൻജിങ് തുടങ്ങിയിട്ടുള്ള അച്ചടി കലകളുടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കേന്ദ്രമായിരുന്നു. അപ്പോൾ വുഡ് ബ്ലോക്കും കളർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡൈനാസ്റ്റിയുടെ, മിങ് ഡൈനാസ്റ്റിയുടെ ഏറ്റവും വലിയൊരു ഫീച്ചറായിരുന്നു. അതുപോലെ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത് 1420 മിങ് ഡൈനാസ്റ്റിയുടെ ചെങ്സു ചക്രവർത്തിയാണ് ബീജിങ്ങിലെ ഒരു കൊട്ടാര സമുച്ചയമായിട്ടുള്ള ഫോർബിഡൻ സിറ്റി നിർമ്മിച്ചത്. 90 കൊട്ടാര സമുച്ചയങ്ങളും ഒരു കിടങ്ങിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള 98 കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മിങ് ഭരണാധികാരികളുടെ പിന്നീട് അവസാനത്തെ ചക്രവർത്തിയായിട്ടുള്ള പുയിയുടെ 1925 പുറത്താക്കുന്നവരെയുള്ള ഒരു ക്വിങ് രാജവംശത്തിൻ്റെ വസതിയായിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. സോ സാധാരണക്കാരെ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. അതിനാൽ അതിൻ്റെ പേര് ഇത് പിന്നീട് ഒരു മ്യൂസിയം ആക്കിയിട്ടൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതാണ് ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത് നമുക്കറിയാം BC 221 ഹാൻ രാജവംശത്തിൻ്റെ കീഴിലാണ് ഈ ഒരു വൻമതിലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. മിങ് രാജവംശം ഇത് ഗണ്യമായിട്ട് വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1420-21 അതിൻ്റെ തലസ്ഥാനം ബീജിങ്ങിലേക്ക് മാറ്റിയ ശേഷം മിങ് ഭരണാധികാരികൾ അവരൊരു പ്രദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മതിൽ എന്ന് പറയുന്നത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഊന്നൽ നൽകുന്നത്. ആ മതിലുകൾ, കോട്ടകൾ, കവാടങ്ങൾ എന്നിവയൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ചുരങ്ങൾ, കനത്ത കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത്. ഷെങ്ഹി എന്ന് പറയുന്ന ഒരു കമാൻഡറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യോങ്ക്ലി, ഹോങ്സി, സുവാൻഡെ എന്നുള്ള 3 മിങ് ചക്രവർത്തിമാരുടെ കീഴിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലീറ്റ് കമാൻഡറും പര്യവേഷകനുമൊക്കെ ആയിരുന്നു ഷെങ്ഹോ എന്ന് പറയുന്ന ആൾ. സോ ഷെങ്ഹെ എന്നൊക്കെ തന്നെ അദ്ദേഹം പറയാറുണ്ട്. സോ യുനാൻ പ്രവിശ്യയിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന മാഹിയെ പിടികൂടുകയും കാസ്റ്റ് ചെയ്യുകയും സൂതി രാജകുമാരനെ സമ്മാനിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത, ഇപ്പോൾ സേവനം കാരണമൊക്കെ തന്നെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കിങ്ങിനെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക, കിങ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രശസ്തിയിലേക്ക് ഉയരുക. അപ്പോൾ സോ അദ്ദേഹത്തിൻ്റെ പേര് ഷെങ്ഹെ എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. യോങ്ലെ ചക്രവർത്തിയുടെ കീഴിൽ വ്യാപാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും മിങ് ഭരണാധികാരികളുടെ പ്രശസ്തി എന്ന് പറയുന്നത് അവിടെ കുറേ കൂടി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 7 പ്രധാനപ്പെട്ട പര്യവേഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ചമ്പ, സിയാം, മലാക്ക, ജാവ, കാലിക്കറ്റ്, സിലോൺ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം കിഴക്കൻ ആഫ്രിക്കയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പര്യവേഷണങ്ങൾ ചൈനയുടെ കപ്പൽ നിർമ്മാണത്തിനും നാവിഗേഷൻ സാങ്കേതികവിദ്യ ഒക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നതിനൊക്കെ തന്നെ കാരണമായി. ഇനി പെസന്റ് റെബലിയനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചൈനീസ് സാമ്രാജ്യത്വ ചരിത്രത്തിലെ ഒരു സാധാരണ മാതൃകയായിട്ടുണ്ടായിരുന്ന കർഷക കലാപങ്ങൾ എന്ന് പറയുന്നത് മിങ് രാജവംശം തകരാൻ വേണ്ടിയിട്ട് കാരണമായി. ഇപ്പോൾ നമുക്കറിയാം, വരൾച്ചയും കാറ്റും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഡൈനാസ്റ്റി, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രാജവംശം അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരൾച്ച, കാറ്റ്, ഭൂകമ്പം തുടങ്ങിയിട്ടുള്ള ഷാങ്സി, ഹെനാൻ പ്രവിശ്യകളിലെ പ്രകൃതി ദുരന്തങ്ങൾ വൻതോതിൽ പട്ടിണിയിലേക്കും അസ്വസ്ഥതയിലേക്കും നയിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെടുകയും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവരുടെ സ്ഥിതിഗതികളൊക്കെ തന്നെ കുറേ കൂടി വഷളാവുകയാണ്. അങ്ങനെ ഖജനാവ് എന്ന് പറയുന്നത് കുറയുകയും ബഡ്ജറ്റൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള രീതിയിൽ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് തന്നെ നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിലൊരു റെബല്യൺ എന്ന് പറയുന്ന രീതിയിലേക്ക് ഉയർന്നു വരികയും രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു കലാപത്തിന് ഇത്തരം കാര്യങ്ങൾ ആക്കം കൂട്ടുകയും ചെയ്തു. അങ്ങനെ പെസന്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കലാപം ഉണ്ടാവുകയും അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഡൈനാസ്റ്റി, മിങ് ഡൈനാസ്റ്റിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്തു. ഇതാണ് ഓവറോളായിട്ട് നമ്മുടെ മെഡീവൽ ചൈനയും ടാങ് മിങ് ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാങ് ഡൈനാസ്റ്റീനെ കുറിച്ച് പറഞ്ഞു, മിങ് ഡൈനാസ്റ്റീനെ കുറിച്ച് പറഞ്ഞു, അവരുടെ ഏറ്റവും അധികമുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും 1-2 അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചിട്ടും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.